ആസ് എ ട്രാവലർ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെന്നിട്ട് അവിടെ എന്താണോ ഉള്ളത്, ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് അച്ഛൻ്റെ ഒപ്പം. നമ്മൾ വഴി ട്രാവൽ ചെയ്ത് ഓരോ ആൾക്കാരും കണക്റ്റ് ആവുക. മേ ബി അവർ വേണമെങ്കിൽ ചിലപ്പം നമ്മളെ കൂട്ടാണ്ട് തന്നെ ചിലപ്പം വേറൊരു സ്പോട്ടിൽ പോവും. ശരിക്കും അതൊക്കെയാണ് എനിക്കും വേണ്ടത്. അപ്പോൾ കാശ്മീർ വഴി തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അവിടെയും ലാൻഡ് സ്ലൈഡ് വന്നു. അങ്ങനെ പോവും. എല്ലാവരും പറയും കയറ്റി വിട്ടാൽ മതി പൊക്കോളും എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ധൈര്യം വേണം. ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എവിടെ വേണമെങ്കിലും പോവാം. ആണ് പെണ്ണ് തമ്മിലുള്ള എനിക്ക് തീരെ പറ്റില്ല. Hi, hello. I myself Joby T. Roy. Welcome to another episode of Reindeer Holidays podcast. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് ഏറെ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് രണ്ട് ട്രാവലേഴ്സാണ്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ദം ടു ദിസ് ഫ്ലോർ. ടു ബി മോർ പ്രിസൈസ്, ഫസ്റ്റ് വി ഹാവ് അരുൺ ഉല്ലാസ്. പുള്ളി ഒരു ട്രാവലർ മാത്രമല്ല, ലൈക്ക് ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് ഈസ് വെരി ഫേമസ് ഇൻഫ്ലുവൻസർ എമംഗ്സ്റ്റ് അസ്. ആൻഡ് നൗ വി ഹാവ് ശില്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. ഷീ ഈസ് വെരി മച്ച് വൈഡ്ലി നോൺ ആസ് മിട്ടൂസ്. ഇൻസ്റ്റഗ്രാമിലെ മിട്ടു ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ അഡ്മിൻ ഓഫ് വാണ്ടർ വീൽസ്. അവരിപ്പോൾ ഒരുപാട് ട്രാവൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയൊരു ന്യൂ വെഞ്ചറാണ്. അതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പ് റൈഡ്സ് ബൈക്കിൽ ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളാണ്. ഐ സീൻ ദാറ്റ്. വൈകാതെ ഞാനും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ട്രാവലിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം ഗ്രൂപ്പായിട്ടും മറ്റുമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കാം അതൊരു നോക്കുന്നത്? പല നമുക്കറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ, ആ ബാരിയേഴ്സ് നിങ്ങളെങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു റഫ് സ്കെച്ച് പോലെ നോക്കാറുണ്ട്. എങ്ങനെയാണ് ആ സ്ഥലം, അല്ലെങ്കിൽ ടെറൈൻ എങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ, ഞാൻ നേരിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ ഫൈൻഡറിലൂടെ ആയിരിക്കും കാണുന്നത്. കാരണം എനിക്കതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ നമുക്ക് കണ്ടൻസ് ഒക്കെ എടുത്ത് തുടങ്ങിയതിന് ശേഷം ശരിക്കും കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കേണ്ടി വരും, ഓരോ സ്ഥലത്തെപ്പറ്റി. ആ സ്ഥലത്തെ ടെറൈൻ എങ്ങനെയാണ്, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ എങ്ങനെയാണ് അവരുടെ മെയിൻ ഇൻകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നോർമലി നമ്മളൊരു ആസ് എ ട്രാവലർ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെന്നിട്ട് അവിടെ എന്താണോ ഉള്ളത്, ഗോ വിത്ത് ദ ഫ്ലോ. അത് അക്കോമഡേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള അതെ, ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിലാണ്. അവിടെ എത്തിയിട്ട് എന്താണോ സിറ്റുവേഷൻ അതുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലോക്കലി ഉള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഏകദേശം ഒരു വൈബ് മനസ്സിലാവും. ഇപ്പോൾ കർണാടകയുടെ ഇൻറ്റീരിയേഴ്സിലൊക്കെ പോയാലും തമിഴ്നാട്ടിൽ പോയാലും പല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. ചില ആൾക്കാർ ഇത് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഇതെന്ത് ജീവിയാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നോക്കുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ആയിട്ട് പോകുന്ന ടൈമിൽ അവർക്ക് അറിയില്ല, അവർ നമ്മൾ ചിലപ്പോൾ ഭയങ്കര വണ്ടർ ഫീലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ജസ്റ്റ് നമ്മളൊന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്മൈൽ കൊടുത്താൽ മതി, ആ ഒരു ബാരിയേഴ്സ് ഫുള്ളോടെ ബ്രേക്ക് ആവും. കാരണം അവർക്ക് നമ്മുടെ അടുത്തുള്ള കൺസെപ്റ്റും നമുക്ക് അവരോടുള്ള കൺസെപ്റ്റും കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ലിബറൽ ആവുക, നമ്മൾ വലിയ സംഭവമാണെന്നുള്ളൊരു സംഭവം മാറ്റി വെക്കുക, എപ്പോഴും കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യുക. പിന്നെ ലാംഗ്വേജിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ആകെ എനിക്ക് അറിയാവുന്ന ഒരു രണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചാഹി നഹി ചാഹി എന്ന്. കാരണം എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചവടക്കാർ വരും, നഹി ചാഹി, ഗരം പാനി ദേദോ, ഇതൊക്കെ തന്നെയാണ് ആകെ അറിയാമായിരുന്നത്. കാരണം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആയിരുന്നു. അപ്പോൾ അവിടെയും എന്താ പറയുക, നമ്മളങ്ങനെ ഒരു ഈ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടി ലോക്കലുള്ള ആൾക്കാർക്ക് സംസാരിക്കുക, നമുക്ക് പറ്റുന്ന അറിയാവുന്ന രീതിയിൽ. അപ്പം അങ്ങനത്തെ രീതിയിലാണ് കൂടുതലും. എൻ്റെന്ന് വെച്ചാൽ മെയിനായിട്ട് ഹിന്ദി തീരെ അറിഞ്ഞൂടാ. അപ്പം കുറച്ച് വേർഡ്സ് ഇങ്ങനെ തന്നെ ഞാൻ പഠിച്ചു വെച്ചിട്ട്, കാരണം നമ്മൾ മലയാളീസ് ആണെന്ന് അറിയുമ്പം ശരിക്കും അവർ റേറ്റ് കൂട്ടും. ഞാൻ രാജസ്ഥാൻ ഒക്കെ പോയപ്പോൾ മെയിനായിട്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ നമ്മൾ അവിടുത്തെക്കാരല്ലാന്ന് അറിയുമ്പം ഇപ്പോൾ ഓരോ ഇപ്പം ചായക്കാണെങ്കിൽ അവർക്ക് റേറ്റ് കൂട്ടി പറയും. അപ്പം
പിന്നെ അത് മനസ്സിലായപ്പോൾ പിറ്റേ ദിവസം തൊട്ടിട്ട് കിത്തന വയ്യ അതാണ് ഞാൻ സ്റ്റാർട്ട് പക്ഷെ നമ്മുടെ ചെയ്യുന്നത്. ഹിന്ദി കേൾക്കുമ്പോൾ അവർക്ക് പൊക്കും. അവര് ആ, പൊക്കും. എല്ലാത്തിനും റേറ്റ് ചോദിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങുന്ന ഒരു ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേർഡ്സ് കൊണ്ടിട്ട് അങ്ങനെ പിടിച്ചേക്കും. ഞാൻ മെയിനായിട്ട് ലാംഗ്വേജ് അങ്ങനെ നോക്കില്ല, കമ്മ്യൂണിക്കേഷൻ ബാരിയർ നമ്മൾ നോക്കാറില്ല. പുതിയ സ്പോട്ട് തപ്പി അങ്ങനെ പോവും. അതാണ് മെയിനായിട്ടുള്ള. നൈസ്. ആൻഡ് ഇപ്പോൾ അരുൺ ഒരു ട്രാവലർ മാത്രമല്ല, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയിട്ടാണ്. സോ ലൈക്ക് ഡ്യൂറിങ് യുവർ ട്രാവൽസ് ഏതായിരിക്കും ഏറ്റവും നല്ലൊരു എന്താ പറയുക എസ്തെറ്റിക്സ് നിറഞ്ഞുകൂടി നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു എന്ന് തോന്നിയൊരു സ്ഥലം? എനിക്ക് സ്ഥലത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രാവൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ്. കാരണം ഓഫ് കോഴ്സ് സ്ഥലം ഇറ്റ് ഡിപ്പെൻഡ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ കൊടൈക്കനാൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ കാണുന്ന കൊടൈക്കനാലല്ല 2 മാസം കഴിയുമ്പോൾ രണ്ടിനും 2 ടൈമിലും 2 ബ്യൂട്ടി ഉണ്ട്. സീസൺ അനുസരിച്ചുള്ള സീസണിലി അത് മാറും. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ്, കുറച്ചുകൂടി ഗ്രീനിയാണ്, കുറച്ചുകൂടി എന്താ പറയുക ഒരു റെയിനി മൂഡ് സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ഫ്രെയിമിൽ കിട്ടണമെങ്കിൽ ആ ഒരു എന്താ പറയുക നമുക്ക് നിന്ന് പീസ്ഫുള്ളി ടൈം എടുത്ത് നിന്ന് വീഡിയോ എടുക്കുക. ചിലപ്പോൾ ഒരു ഫ്രെയിം നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ക്ലിക്സ് അതാ ഒരു എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലം നല്ല ഷോട്ടൊക്കെ കിട്ടുന്നൊരു, നമുക്കെപ്പോഴും ഒരു ഫ്രെയിമിൽ ഒരു സബ്ജക്റ്റ് വന്നാലായിരിക്കും കുറച്ചുകൂടി ബ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ലൊക്കേഷൻസ് ഇറ്റ് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് മാറ്റേഴ്സ് ആണ്. എന്നാണെങ്കിലും ഇപ്പോൾ ഒരു വുഡ്സിൻ്റെ നടുക്കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് വാഴശാലയിലേക്ക് പോകുന്ന ഇടയ്ക്ക് റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ്, അത് എല്ലാവരുടെയും ഒരു ടിപ്പിക്കൽ ഫ്രെയിമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ഉള്ളിലൂടി ഒരു ആൾ ചിലപ്പോൾ ഒരു മരക്കമ്പോ അല്ലെങ്കിൽ തലയിൽ ഒരു മരക്കെട്ടുമായിട്ട് പോകുന്ന കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്രാജുവലി നമുക്കിപ്പോൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ എനിക്ക് പ്രോബബ്ലി ഞാൻ എപ്പോഴും അതിരാവിലെ ആയിരിക്കും പോയാലും മാത്രമേ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട്സ് കിട്ടത്തുള്ളൂ. ആ ഒരു ഗോൾഡൻ അവറിൽ കിട്ടുന്ന ഷോട്ട്സിന് ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. അതെ, ആ സമയം ആ സെയിം ഫ്രെയിം നമ്മളൊരു ഉച്ചയ്ക്ക് പോയി എടുക്കുവാണെങ്കിൽ വൻ ഷോക്കായിരിക്കും. ആ ഒരു സ്ഥലമാണോ ഇത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വൈകുന്നേരവും രാവിലെയാണ് ഞാൻ ഇങ്ങനത്തെ നല്ല ഒരു ഫ്രെയിംസ് കിട്ടാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെ തോന്നിയൊരു സ്ഥലം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഫോട്ടോഗ്രാഫ് കളക്ഷനിൽ? അങ്ങനെ എനിക്ക് കൂടുതലും ഫീൽ ചെയ്തേക്കുന്നത് എപ്പോഴും ഞാൻ നമ്മുടെ മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസൈഡ് കേരള പറയുവാണെങ്കിൽ, അല്ല എങ്കിൽ ഇപ്പോൾ കർണാടക സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബേഗൂർ, നമ്മുടെ ഗുണ്ടൽപേട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ലേ സൈഡിലാണെങ്കിലും മണാലി സൈഡിലാണെങ്കിലും വൈകുന്നേരത്തെ ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇപ്പോൾ ലേയിലൊക്കെ പോയ ടൈമിലാണെങ്കിൽ പോലും ബ്യൂട്ടിഫുൾ ക്ലിക്സ് ആണ്. പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് ലിമിറ്റ്സ് വരുന്നത് ടൈമാണ്. നമുക്ക് നല്ല എന്താ പറയുക ഒരു വിത്തിൻ ടൈം നമുക്ക് നല്ല ഷോട്ട്സ് എടുത്തിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. എത്ര ഫോട്ടോസ് എടുത്താലും നമുക്കതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ അടുത്തായിട്ടുള്ള ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയാലും മാത്രമായിരിക്കും വർത്ത് ആയിട്ടുള്ളൊരു സംഭവം കിട്ടത്തുള്ളൂ. അരുൺ ശരിക്കും പീസിൻ്റെ ആളാണ്. നമ്മൾ റൈഡ് ചെയ്യുമ്പം ആൾ ചിലപ്പോൾ ബാക്കിലായിരിക്കും. നമ്മൾ ഫുള്ള് റൈഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ആളേതായാലും ഒരു സ്പോട്ട് കണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്, കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു റാൻഡം പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്നതിനേക്കാൾ നമ്മൾ എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ ആൾ പയ്യെ വരും, പിന്നെ അങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് കൂടുതലും സോളോ റൈഡ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതിന് ആ ഒരു കേസ്. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടുപേരും കോൺട്രാസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഒരാൾ ഗ്രൂപ്പ് റൈഡിന്റെ ആശാത്തിയാണ്, ഇവിടെ ഒരാൾ സോളോ റൈഡ്സ്. എനിക്ക് സോളോ പോയിട്ടുണ്ട്, പക്ഷെ സോളോനെക്കാട്ടിൽ എനിക്കിഷ്ടം ഗ്രൂപ്പ് റൈഡ്സ് ആണ്. സോളോ എനിക്ക് പോയപ്പോൾ തോന്നിയത് ഇപ്പം എന്തെങ്കിലും കണ്ടാലോ ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നോർമലി എപ്പോഴും അങ്ങനെ പോയി ശീലിച്ചിട്ട് സോളോ പോയപ്പം എനിക്ക് ഭയങ്കര ശോകമായിരുന്നു. ഒറ്റപ്പെടൽ. ബൈക്കിൽ തന്നെ അല്ലല്ല, ഞാൻ ട്രെയിനിലാണ് ആക്ച്വലി പോയത്. ശരിക്കും ഞാൻ മണാലി പോകാൻ വേണ്ടിയിട്ടാണ് പോയത്. തെർമൽസും പ്ലേസൊക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷെ രാജസ്ഥാനിൽ ട്രെയിൻ കണ്ടപ്പം രാജസ്ഥാൻ. പിന്നെ എപ്പോഴാണ് ബൈക്കിലേക്കുള്ള ഒരു മാറ്റം? ബൈക്കിലേക്ക് ഞാൻ പോളി പഠിച്ചിട്ട് ബിടെക് എടുത്തതാണ്. അപ്പം എനിക്ക് പോളിയിൽ കുറേ മെക്കാനിക്കൽ അവരായിട്ടായിരുന്നു കമ്പനി. അപ്പം ഒറ്റ ഗേളാന്ന് വെച്ചിട്ട് ആക്ച്വലി അവർക്ക് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകാൻ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അവരെപ്പോഴും പോകുമ്പോൾ എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പം എനിക്കും ട്രാവൽ ചെയ്യണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്ങനെ തോന്നി. പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ട്, ടിട്ടു എന്ന പേര്, പിന്നെ കസിനാണ്. അപ്പോൾ ആളെന്നെ ബുള്ളറ്റ് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു തന്നു.
പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം, ലൈക്ക് ഏൺ ചെയ്ത് വാങ്ങണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് MT എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ സ്കൂട്ടറിനായിരുന്നു വയനാടും അങ്ങനെയൊക്കെ. അപ്പോൾ കേരളയിലാണ് കൂടുതൽ പോകുന്നതെങ്കിലും ആദ്യമൊക്കെ സ്കൂട്ടറിലായിരുന്നു. പക്ഷേ സ്കൂട്ടറിനൊക്കെ നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബൈക്ക് എടുക്കണം എന്ന് തോന്നി, ബൈക്ക് എടുത്തു. അങ്ങനെ ശരിക്കും അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാത്ത ഫ്രണ്ട്സൊക്കെ നമ്മളൊപ്പം റൈഡ് വരണം എന്നുള്ളൊരു ഇത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കും ഹാപ്പി. പക്ഷെ ഞാൻ അവരെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ട്? അങ്ങനല്ല, ഞാൻ അവിടുത്തെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു അത്? റിവെഞ്ച് ഒന്നും അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ തോന്നിയില്ല. പിന്നെ എന്തുകൊണ്ട് സോളോ റൈഡ്സ്? ആക്ച്വലി ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ലൈഫിലെ സിറ്റുവേഷൻ കാരണമായിരിക്കാം. ഞാനും അച്ഛനും മാത്രമേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് അച്ഛൻ്റെ ഒപ്പമാണ്. അപ്പോൾ അല്ല, അച്ഛൻ നമ്മൾ ചെറുതിലെ വീട്ടുകാരായിട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കോട കാണുന്നതും അല്ലെങ്കിൽ മലയും കുന്നും ഒക്കെ കാണുന്നത് അച്ഛൻ്റെ ഒപ്പം പോയിട്ടാണ്. അതെനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. പഴയ നമ്മുടെ KSRTC ആനവണ്ടി ഉണ്ടല്ലോ, അത് ചാലക്കുടിയിൽ നിന്ന് ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ അതിരപ്പള്ളിക്ക്. പിന്നെ അത് ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ ബസ്സിൽ ഇരുന്ന് ഞാൻ ചോദിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ വെള്ള സാധനം എന്തുട്ടാ എന്നുള്ളത്. ഇപ്പോൾ ആ കോട കാരണമാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ഇതിലും വരുമ്പോൾ അരുൺ ഒരു സ്പെഷ്യൽ റെക്കഗ്നിഷൻ കൊടുക്കാറുണ്ട് കോടയ്ക്ക്. അത് അറിയാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആളുടെ വോയിസ് വെച്ചിട്ട് പലരും റീല് ചെയ്യാറുണ്ട്. അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ കോട വരും എന്നുള്ള രീതിയിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനത് നോർമലി ഒരു വ്ളോഗിൽ ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞത്. ഞാൻ എപ്പോഴും വ്ളോഗ് ഇടുന്ന ടൈമിൽ എനിക്ക് കമന്റ്സ് വരാറുണ്ട്, ഓവർ എക്സാഗ്രേഷൻ ഉള്ള പോലെ ഫീൽ. പക്ഷേ ഞാൻ റിയലി എൻജോയ് ചെയ്യുന്ന സാധനം എനിക്കിവിടെ ഒരു പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ഗോപ്രോ ഉള്ള കാര്യം ഇപ്പോൾ അവിടെ ഒരു ഗോപ്രോ ഇല്ലെങ്കിൽ പോലും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ അങ്ങനെയാണ്. ഒറ്റയ്ക്ക് പോകുന്ന ടൈമിൽ എനിക്ക് എന്തും വിളിച്ച് പറയാം, എവിടെ വേണമെങ്കിലും നിൽക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് പോയി. അതായത് അപ്പോൾ അച്ഛൻ്റെ ഒപ്പമായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഗ്രാജുവലി അത് കഴിഞ്ഞു, എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുന്നേ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ട്രാവലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതായത് ട്രാവൽ ചെയ്യുക, അതിൽ നിന്ന് തന്നെ ഏൺ ചെയ്യുക, അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഏത് തീരുമാനം എടുത്താലും അച്ഛൻ സപ്പോർട്ടാണ്. അത്രയും സപ്പോർട്ടാണ്. എൻ്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ലൈഫിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അച്ഛനായിട്ട് ട്രാവൽ ചെയ്യുക, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് ട്രാവൽ ചെയ്യുന്നതായിരിക്കും, അല്ല എങ്കിൽ സോളോ ട്രാവലായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു പീസ്ഫുള്ളി കുറേ നേരം ഇരിക്കണം, അല്ലെങ്കിൽ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം, അവിടുത്തെ ആൾക്കാരുമായിട്ട് കുറച്ച് മിങ്കിൾ ചെയ്യണം, അങ്ങനെ ഒരുപാട്. അതായത് എനിക്ക് തോന്നുന്നു പണ്ട് ഫേസ്ബുക്കിൽ സഞ്ചാരി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഞ്ചാരി ഗ്രൂപ്പിൽ 30 ഫോട്ടോസും നമുക്ക് റൈറ്റപ്പ് ഇടാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു 30+ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം ഒരുപാട് കഥ കൺവേ ചെയ്യാനുണ്ട്. ഇപ്പോൾ മിട്ടു പറയാറുണ്ട്, ഇപ്പോൾ ഗ്രൂപ്പ് റൈഡ്സ് ഒക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ ഒരാൾ ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാകുമ്പോൾ നല്ലതാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കേസിൽ സംഭവം ശരിയാണ്. നമുക്ക് നമ്മുടെ കണ്ട യാത്രയും എക്സ്പീരിയൻസും ഒക്കെ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അന്ന് ബ്ലോഗ് പോലത്തെ സംഭവമായിരുന്നു, ഒരു ജസ്റ്റ് ഫോർ ഹാപ്പിനെസ്. അതിനകത്തേക്ക് റൈറ്റപ്പ് ചെയ്യുക, പൊട്ട തെറ്റായിരിക്കും, അക്ഷരം മലയാളമൊക്കെ എന്ത് എഴുതി വെക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവില്ല. ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെയാണ് കുറച്ചുകൂടി ആദ്യമേ റെക്കഗ്നേഷൻസ് കിട്ടി തുടങ്ങിയത്. പിന്നെ അത് ഒരു വിഷ്വലി നമുക്കിപ്പോൾ സ്പാർക്ക് എന്തായിരുന്നു അച്ഛൻ്റെ ഒപ്പമുള്ള യാത്ര? കാരണം അച്ഛനും ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അത്യാവശ്യം ട്രാവൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ ക്യാമറ എടുത്തതെന്ന് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാജുവലി ആ ഒരു സംഭവം എന്നിലേക്ക് വന്നു. മിട്ടൂടെ എവിടുന്നായിരുന്നു സ്റ്റാർട്ടിങ്? ഈ പറയുന്ന മെക്ക് അവിടെ നിന്നാണോ? അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പം കുറേ ആൾക്കാരെ കമ്പനി കിട്ടും. ഇപ്പം ഇൻ കേസ് സോളോ പോയപ്പോഴാണെങ്കിലും ഞാൻ തിരിച്ചു വന്നത് ഒരിക്കലും ഒരു 5 പേരായിട്ടാണ്. ശരിക്കും അന്ന് സ്റ്റേ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് പോയതാ, പക്ഷെ അവരന്ന് റിട്ടേൺ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങനെ ഒന്നിച്ച് വന്നു. ഇപ്പം നമുക്കറിയാം ലൈക്ക് വാൻഡർ വീൽസ് ലൈക്ക് ഈ റൈഡിങ് മാത്രമല്ല, അതുവഴി നമ്മൾ ട്രാവലിങ്ങിന് മറ്റൊരു ലെവലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. റീസെൻ്റ് ആയിട്ടാണെങ്കിലും നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എന്താ പറയുക ഒരു ഗ്രേറ്റ് ഇൻറ്റൻഷൻ. നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ? കൂടുതൽ കേരളം വിട്ട് വല്ലതും പോകാൻ പ്ലാൻ ഉണ്ട്.
പക്ഷെ അടുത്തല്ല, കുറച്ച് കേരളം തന്നെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ കുറേ പേര് പോവാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ട് കാണിക്കുക. പിന്നെ ട്രാവൽ എൻ്റെ ഒപ്പം വരുന്ന ആൾക്കാർ തന്നെ പിന്നെ കണക്റ്റ് ആകുന്നവരുണ്ട്. ഇപ്പം എൻ്റെ കഴിഞ്ഞ ഫസ്റ്റ് റൈഡ് ആയിരുന്നെങ്കിലും വന്ന ഒരു 80% ആളുകളും ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ ഒരു തോട്ട് തന്നെ എനിക്കുള്ളത്. നമ്മൾ വഴി ട്രാവൽ ചെയ്ത് ഓരോ ആൾക്കാരും കണക്റ്റ് ആവുക. മേ ബി അവർ വേണമെങ്കിൽ ചിലപ്പം നമ്മളെ കൂട്ടാണ്ട് തന്നെ ചിലപ്പം വേറൊരു സ്പോട്ടിൽ പോവും. ശരിക്കും അതൊക്കെയാണ് എനിക്കും വേണ്ടത്. കണക്റ്റ് ആവുക ആൾക്കാർ. ക്രിയേറ്റ് ആവുകയാണ് അവിടെ. അതായത് നമ്മൾ ആ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും അങ്ങോട്ടും എല്ലാവരും ഇങ്ങോട്ടും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു സ്ട്രേഞ്ചേഴ്സ്. ശരിക്കും ഈ പ്രാവശ്യം വന്നത്. വി ക്രിയേറ്റ് ഫാമിലി. അത് നമ്മളിപ്പോൾ എന്താ പറയുക, അതായത് 2 days മുന്നേ വരെ, അത് ഇപ്പോൾ റൈഡ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച മുന്നേ ആയില്ലേ, 2 ആഴ്ച കൂടുതലായി. പക്ഷേ 2 weeks മുന്നേ, അതായത് 2 ദിവസം മുന്നേ വരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോണ്ടിങ് ഇപ്പോഴും ഉണ്ട്. കാരണം അവർ തന്നെ കോഴിക്കോട് നിന്നൊക്കെ തിരിച്ചു വന്ന് ഫോർട്ട് കൊച്ചിയിൽ എല്ലാവരും ജസ്റ്റ് മീറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ഈ ഇതേപോലെ ബൈക്ക് റൈഡിങ് ആയിട്ട് വന്ന് ട്രാവലിംഗ് പ്ലസ് ബൈക്ക് റൈഡ് പാഷനായിട്ടുള്ള ആൾക്കാരാണ്. ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് പിന്നെ നമുക്കറിയാം മിട്ടുവിന് കമ്പനി കിട്ടി ബൈക്ക് റൈഡിങ്. ഈവൻ അരുൺ ഉൾപ്പെടെയുള്ളവർ വന്നു. എങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫി കമ്പനി കൂട്ടി എപ്പോഴെങ്കിലും ട്രാവലിംഗ് പോയിട്ടുണ്ടോ? ഇല്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ, കാരണം നമുക്കൊരാളിപ്പോൾ ഞാൻ മിട്ടുമായിട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, എടി ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും വരിക. കാരണം എനിക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഇതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് വന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ഒന്നിച്ച് ട്രാവൽ ചെയ്യാം, അങ്ങനെ ഉള്ള കമ്പനി വരാറുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് റൈഡ്സ്. കാരണം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നിച്ച് പോകാനായിട്ട്. ഇപ്പോൾ ഞാനും വീട്ടൊക്കെ റൈഡ് പോയിട്ട് വന്നാൽ വരുന്ന ടൈമിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് ഒന്നിച്ച് റൈഡ് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വരണം എന്ന് താല്പര്യമുണ്ട്, ഇതുപോലെ എൻജോയ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. നമ്മളെപ്പോഴും റൈഡ് പോകുമ്പോൾ ഗ്യാങ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരെ ആക്ച്വലി നമ്മൾ കൊണ്ടുപോകാറില്ല പേഴ്സണൽ ട്രിപ്പ് പോകുമ്പോൾ. അപ്പം കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മൾ അടുത്ത ട്രിപ്പിന് വന്നോട്ടെ. പക്ഷെ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാനും പറ്റില്ല, പക്ഷെ കൊണ്ടുപോകാനും പറ്റാത്ത ഒരവസ്ഥ അങ്ങനെയാണ്. കാരണം എല്ലാം അൺപ്ലാൻഡ് ആയിരിക്കും. ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രകളല്ല ഒരിക്കലും. അപ്പം ഇങ്ങനെ ഒരു ക്ലബ്ബായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് സ്ട്രേഞ്ചേഴ്സിനൊക്കെ ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ അവർ ഹാപ്പി ആവും, നമ്മളും ഹാപ്പി ആവും. വലിയ റെവല്യൂഷൻ ആവട്ടെ നമുക്ക് നോക്കാം. ആൻഡ് ഇപ്പോൾ നമ്മളെ ഹാപ്പി ഫേസസ് ഒക്കെ കണ്ടു. ഇനി ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും, അതൊരു ക്ലൈമറ്റ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടീസ് ഫുൾ ഹാപ്പി ആൻഡ് ഗുഡ് ആയിട്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഒരു ട്രാവലിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. എങ്ങനെ എന്തെങ്കിലും മൊമെന്റ്സ്? ഞങ്ങൾ ഒരു ലാസ്റ്റ് ഇയറിന് മുന്നേ, ഞാനും അറിയാമായിരിക്കും എല്ലാവർക്കും, വൈപ്പർ പൈലറ്റ് ലൂൺ വാനില ആദർശ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നൊരു, അത് ആക്ച്വലി നമുക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് പൂനെ വരെ പോയതാണ്. XUV700 അതിന് മുന്നേ ഞങ്ങൾ ഈ പറഞ്ഞിരുന്ന ആദർശം ഒഴിച്ച് ബാക്കി എല്ലാവരും ബൈക്കിൽ ഈ ഒരു ഓൾ ഇന്ത്യ കവർ ചെയ്ത്, ഓൾ ഇന്ത്യ മീൻസ് കറുത്തുകളെയും അതും ഇതൊക്കെ കവർ ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. പൂനെ വരെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു റോഡ് ട്രിപ്പിൻ്റെ ഒരു ഫീൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ മണാലി വരെ ഒന്ന് മാപ്പ് ഇട്ടതാണ്. അതറിയാണ്ട് ഞാൻ ആ വൈപ്പറിൻ്റെ അടുത്ത് പറഞ്ഞും പോയി ഇങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മൈൻഡ് എല്ലാവരുടെയും മാറി, നേരെ മണാലിക്ക് പിടിക്കുക എന്നുള്ള രീതിയിലായി. അങ്ങനെ ഞങ്ങൾ, അതായത് അന്ന് മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ സിരിയൂർ ആ ഒരു ലോറിയുടെ ആക്സിഡൻ്റൊക്കെ നടന്ന ടൈമിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പോകുന്ന വഴിയെല്ലാം ഫ്ലഡ്, അതായത് നമ്മൾ ലക്കിലി രക്ഷപ്പെടുന്നു പോകുന്നതാണ്. അതായത് നമ്മൾ പൂനെ വിട്ടപ്പോൾ പൂനെയിൽ ഫ്ലഡായി, ഗുജറാത്ത് പിടിക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ അവിടെ ഫ്ലഡായി. അങ്ങനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ട് നേരെ ചണ്ഡീഗഡ്, ആഗ്ര പിടിച്ചു. ആഗ്രയിൽ നിന്ന് നേരെ മണാലി പിടിച്ചു. മണാലിയിൽ ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 1 week നിന്നു. അവിടെ 1 week നിന്നു. അത് കഴിഞ്ഞ് മണാലിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം എക്സ്പെൻസ് മാറുന്നുണ്ട്, നമ്മളൊട്ടും പ്രിപ്പയർഡ് അല്ല. ആകെ 4 ദിവസം ഡ്രസ്സ് എന്തോ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ മാറി തിരിച്ചു ഇടും. ഒറ്റ മൈൻഡിൽ എന്നോട് ചോദിക്കും, ഒരൊറ്റ മൈൻഡായിരുന്നു. അത് ഇടയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ അടിക്കും ഉറപ്പാ. അപ്പോൾ ഞങ്ങളങ്ങനെ മണാലിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള പ്ലാനിലായിരുന്നു. ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്കും, അതായത് തലേ ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം ക്ലൈമറ്റ് അങ്ങോട്ട് മാറിയിട്ട് ന്യൂസ് കാണുന്നത് നമ്മൾ വന്ന റോഡ് അവിടെ ഇല്ല. അതായത് ഹോട്ടലിൽ നിന്ന് കാണുന്ന ന്യൂസാണ്, തൊട്ട് താഴത്തുള്ള റോഡില്ല, എല്ലാം ഒലിച്ചു പോയി, ഡാം പൊട്ടി. അപ്പോൾ ഞങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് കയറിയ ടൈമിൽ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. താഴത്തേക്ക് പോകാൻ വഴിയില്ല, നിങ്ങളിവിടെ മേളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു.
രണ്ടുപേരും ഉദ്ദേശിക്കുന്ന സാധനം ഒന്നെന്ന് പറയുന്ന പോലെ നമുക്ക് ലഡാക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ ലഡാക്കിലേക്ക് വിട്ടു. ലഡാക്കിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നെറ്റ്വർക്ക് എല്ലാം കട്ടായിപ്പോയി. പിന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല. ഒന്നാമത് അവിടെ റേഞ്ച് കിട്ടത്തില്ല. പിന്നെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുവരെ സ്റ്റോറി വ്യൂസ് ഒരു 3000-4000 നിൽക്കുവാണെങ്കിൽ അന്ന് 10,000-20,000 സ്റ്റോറി വ്യൂസ് വന്നിട്ടുണ്ട്. കാരണം ഇവർ ചത്തോ ജീവനോട് ഉണ്ടോ എന്ന് അറിയാനുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നമ്മളവിടെ പെട്ടുപോയേന്. ആ സമയത്ത് തന്നെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ലേക്ക് ഇറങ്ങി ഹുന്തറൊക്കെ പോയി തിരിച്ച് കാശ്മീർ വഴി വരാൻ വേണ്ടി നിൽക്കുമ്പോൾ കാശ്മീരിൽ വീണ്ടും മണ്ണിടിഞ്ഞു. 2 സൈഡും ബ്ലോക്കാണ്. പിന്നെ കാശ്മീർ പോയ വഴിക്കൊക്കെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഇട്ടിട്ടാണ് പോയത്. അതെ, നമ്മളും അതെ അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ കാശ്മീർ വഴി തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അവിടെയും ലാൻഡ് സ്ലൈഡ് വന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അവിടെ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുഴി അടയ്ക്കണ പോലെ തന്നെ ഉള്ളൂ. അവരപ്പം തന്നെ BRO വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വിത്തിൻ ഡേയ്സ് അവരെല്ലാം റെഡിയാക്കി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി. പിന്നെ അവിടെ നിന്ന് ഒരു നേരെ നമ്മൾ കാശ്മീരൊക്കെ ഇറങ്ങി അവിടെ നിന്ന് അമൃത്സറൊക്കെ ഇറങ്ങി നമ്മുടെ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു അത്. അതിനെപ്പറ്റി പറയുന്നത് കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് തീർന്നു. ആൻഡ് വാട്ട് അബൌട്ട് യു മിട്ടു? എന്തെങ്കിലും ഈ പ്ലാൻഡും അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാവലിങ്സ് പോയിട്ടുണ്ടല്ലോ, അതിലിടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഡെയറിങ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റിൽ? ഇൻ ബിറ്റ്വീൻ സംതിങ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണാലി പോകണം. ഞാൻ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. അപ്പൊ എന്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡ്രീമാണ്. എന്റെ കുറെ മഞ്ഞാണോ കൂടുതൽ കമ്പം? അല്ല, എന്റെ ഒരു ഭയങ്കര ഇപ്പോഴും എന്റെ ഒരു ഭയങ്കര ഡ്രീമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് അങ്ങനെ പോവാം. പക്ഷെ അതിന്റെ സാഹചര്യം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മന്താണെങ്കിലും ഈ മാസം നമ്മൾ പോകാൻ നിന്നതാ. ഈ മാസം അല്ല, കഴിഞ്ഞ മാസം അതും ഇത് ക്യാൻസൽ ആയി പോയി. ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയി പോയി. വിടു, എനിക്ക് നിന്നോടാ ചോദിക്കാതെ, നിനക്ക് കിട്ടിയാൽ തരാം. നീ മുന്നേ ട്രാവൽ ചെയ്ത ഒരു ഫീല് തന്നെയാണോ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ? അതായത് നിനക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ കൊളാബറേഷൻസ് വരുന്നുണ്ട്, ബ്രാൻഡ്സിൻ്റെ കൊളാബ് വരുന്നുണ്ട്. അപ്പോൾ കുറേ വീഡിയോസ് ഇപ്പോൾ നമുക്ക് മൂന്നാർ വരെ പോവുകയാണെങ്കിൽ തന്നെ വണ്ടി തൊട്ട് നമുക്ക് ഇട്ടേക്കുന്ന വാച്ച് വരെ ചിലപ്പോൾ കൊളാബായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിനക്ക് ട്രാവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ 80% എനിക്ക് പറ്റുന്നുണ്ട്. കാരണം എൻ്റെ പണ്ടത്തെയൊക്കെ ഒരു ഡ്രീമായിരുന്നു, ലൈക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ബൈക്ക് തരിക, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് നോക്കുക എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല എനിക്കിപ്പോൾ ഇങ്ങനെ ബ്രാൻഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പം നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു ബൈക്ക് വേണമെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പം നല്ല മാറ്റമുണ്ട്. ആൻഡ് ഇവിടെ ഈ വിമൺ ട്രാവലേഴ്സ് അവരുടെ ഒരു ഇതിനെ പറ്റി എന്താണ് കൂടുതൽ? കുറേ പേരെങ്കിലും എന്താ പറയുക, ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് രാജ്യത്ത്, പക്ഷെ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇങ്ങനെ സേഫ് ആണോ, എത്രത്തോളം പോവാം? അപ്പോൾ അതിനെപ്പറ്റി എന്താണ് മിട്ടുവിടെ? എനിക്ക് ആദ്യം പറയാനുള്ളത് വീട്ടുകാരുടെ സപ്പോർട്ടാണ്. അതില്ലെങ്കിൽ ശരിക്കും നമുക്കൊന്നും പറ്റില്ല. എൻ്റെ വീട്ടിൽ എന്നെ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര സപ്പോർട്ടുമാണ്. അപ്പോൾ അവരിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ പറയും സേഫായിട്ട് ട്രാവൽ ചെയ്യുമെന്ന് പറയും. പക്ഷെ എൻ്റെ ഇപ്പോഴും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വീട്ടിൽ നിന്ന് ഇറക്കൂല. അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ പേരൻസ് സ്ട്രിക്റ്റ് ആണ്. അപ്പം ഇന്നത്തെ കാലത്തും അങ്ങനത്തെ പേരൻസും ഉണ്ട്, അതുപോലെ തന്നെ അല്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിളിക്കാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വിളിച്ചാൽ ഞാൻ ഓടി അപ്പം ബൈക്കിൽ കയറും. എനിക്ക് ഇവിടെ റിലേറ്റ് ചെയ്ത് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. കാരണം മിട്ടുവിനെ കോൺടാക്ട് ചെയ്യണം, അവരുടെ ഒരു വലിയ ആഗ്രഹം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മിട്ടുവൊക്കെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു പെൺകുട്ടി എങ്ങനെ ഇത്രയും തനിച്ച് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം ഇവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അല്ല, 2 ടീമും ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഫീമെയിൽ ഫ്രണ്ട്സ് ആണെങ്കിലും അവർ ചോദിക്കാറുണ്ട് അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ സേഫായിട്ട് പോകാൻ പറ്റുന്നു, വീട്ടിൽ സപ്പോർട്ടാണോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവൾ പറഞ്ഞ പോലെ വീട്ടുകാരുടെ സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ്. അതില്ല എങ്കിൽ ബേസിക്കലി നമുക്ക് ഭയങ്കര, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ പോണ്ട, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയോ വിട്ടോ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയട്ടെ എന്നുള്ളൊരു ഇതാണ് വീട്ടുകാർ പറയണത്. കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെ കൊണ്ടുപോയില്ലേടി എന്നുള്ളൊരു മറിച്ചോദ്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വരുന്ന ആൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ കൂടുതലും ബൈക്കിലാണ് ട്രിപ്പ് പോവാറ്. പിന്നെ എനിക്ക് ഹൈറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അതും ചോദിക്കും. ഞാൻ 5 feet ഉള്ളൂ.
അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ബൈക്ക് ഓടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ലൈക്ക് ഇപ്പോഴാണെങ്കിലും അല്ലേ, ഈവൻ എനിക്ക് പറ്റുന്ന ബൈക്കൊക്കെ ഞാൻ മാക്സിമം കിട്ടുന്നൊക്കെ ഞാൻ ഓടിക്കാറുണ്ട്. കിട്ടുന്ന വണ്ടിയിലൊക്കെ കയറി അങ്ങ് ഓടിക്കും. അങ്ങനെ പോവും. എല്ലാവരും പറയും കയറ്റി വിട്ടാൽ മതി പൊക്കോളും എന്ന് പറയും. ഒരു 2 years മുന്നേ നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു ഇങ്ങനെ ഒരു, അതായത് ട്രാവലിങ്ങിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പ്രൊമോഷൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ മിട്ടു നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ എൻ്റെ ഒരു വീസ്ട്രോം 250 ബൈക്കാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നതും ബൈക്സുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയതും. പണ്ട് ട്രയംഫ് അല്ലെങ്കിൽ ഇതുപോലെ റോയൽ എൻഫീൽഡ് ഏത് ബ്രാൻഡ്സ് ആണെങ്കിലും അപ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ആ ഒരു ബൈക്ക് ഇങ്ങനെ ഓടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ ആരോടും ചോദിക്കാറില്ല. കാരണം പിന്നെ ഇവന്റെ ഒരു ഹൈലൈറ്റാ മഞ്ഞ വണ്ടി. ഏത് പെമ്പിള്ളാരെ കൊണ്ട് പോയാലും നമ്മൾ കണ്ടുപിടിക്കും. പൊടി ചുമ്മാ പറയാട്ടോ. അപ്പോൾ ഒരു ബിഗ് ബ്രാൻഡ്സിൻ്റെ ബൈക്ക് ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഭയങ്കര ഡ്രീമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ബൈക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ ബൈക്ക് ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ നമുക്ക് സ്റ്റേ, അതായത് നമുക്കിപ്പോൾ ഞാൻ പണ്ട് ട്രാവൽ ചെയ്ത ടൈമിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു 4-5 വർഷം മുന്നേ ഒരു 500 rupees അന്ന് സ്റ്റേയുടെ റേറ്റ്. അതായത് അന്ന് രാത്രി എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു വയനാട്. അത് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് സ്റ്റേ ചെയ്യാണ്ട് പറ്റത്തില്ല. പക്ഷേ അന്ന് 500 ഒരു നൈറ്റിൽ അവിടെ സ്റ്റേക്ക് പറഞ്ഞത്. രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ അവർ റേറ്റ് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് അവർക്ക് വേറെ വകുപ്പില്ല. ജസ്റ്റ് അന്ന് 500 എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണത്. അപ്പോൾ എന്നിട്ട് ഞാനത് ബസ് സ്റ്റോപ്പിൽ കൽപ്പറ്റയ്ക്കടുത്ത് ഒരു ബൈപ്പാസ് ഉണ്ട്. ബൈപ്പാസിൽ ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഞാൻ വണ്ടി സൈഡാക്കി അവിടെ കിടന്നു. എൻ്റെ ക്യാമറയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് 2 കണ്ണിങ്ങനെ വന്നു. അപ്പോൾ അതോടുകൂടി പേടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മാങ്ങയാണെന്ന് അറിയില്ല. ഇതിപ്പോൾ എല്ലാം ഒരു വൈൽഡ് ലൈഫ് ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് നമുക്കിപ്പോൾ സ്റ്റേ ആണെങ്കിലും, നമുക്കിപ്പോൾ എൻ്റെ അച്ഛനെ കൂട്ടിയിട്ട് പോകാനാണെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് പോകാനാണെങ്കിലും, ഇപ്പോൾ എന്താ പറയുക അൾട്രാ ലക്ഷറി റിസോർട്ട്സ് ആണെങ്കിലും, അത് ആസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ കേട്ടോ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഇതായിട്ടല്ല. ബൈക്സ് കിട്ടുന്നുണ്ട്, നമുക്ക് ഇതുപോലെയുള്ള സ്റ്റേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് പെയ്ഡും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഡ്രീമാണ്. ഈ മേഘാലയ, അരുണാചൽ പ്രദേശ് അവിടെയൊക്കെ അതായിരുന്നു ആ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു. നമുക്കിപ്പോൾ ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞ മാസത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ലൈക്ക് ഇൻറ്റൻഷൻ എന്തായിരുന്നു? ലൈക്ക് അപ്പാർട്ട് ഫ്രം ട്രാവൽ, വൈ ഡിഡ് യു ചൂസ് ഇറ്റ്? എനിക്ക് തോന്നുന്നു അവിടെ അല്ല, നമുക്ക് നോർമലി എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടല്ലോ. അതൊന്ന് ബ്രേക്ക് ആയപ്പോൾ മറ്റൊരു ലൊക്കേഷനെ പറ്റി ചിന്തിച്ചില്ല? അതൊരു അന്ന് വാറും കൂടെ നടക്കുന്ന ഒരു ഇതായതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. കാരണം ഞങ്ങൾ ഓൾറെഡി പേ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും ഡിസിഷൻ പെൻഡിങ് ആയിരുന്നു. കാരണം വാർ സ്റ്റാർട്ട് ചെയ്ത കാരണം, പിന്നെ ആൾ കുറവായത് കാരണം അവർ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തു. എന്തായാലും ഈ വർഷം പോവില്ലേ? പിന്നെ പോയ സ്ഥലം എന്തായാലും പോകണം. ഈ ഒരു ഇയറിൽ എന്തെങ്കിലും ഒന്ന് പോയാലേ പറ്റത്തുള്ളൂ. 3-4 മാസം കൂടെ ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷം ഇത് തന്നെയാ പറഞ്ഞത്. എന്തായാലും ഈ വർഷം നടക്കുന്നു. ഈ വർഷം പോവും നമ്മള്. എന്തായാലും മഞ്ഞ് കണ്ടാലേ പറ്റുള്ളൂ. എങ്ങനെയൊന്നും മഞ്ഞ് കാണിക്കണം. കുറേ ആയിട്ട് പറയുന്ന എന്തായാലും നമ്മുടെ നോർത്ത് സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡ് ഇതുവരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു ആഗ്രഹമാണ് അങ്ങോട്ട് പോകണം എന്നുള്ളത്. നമ്മുടെ യാസിൻ മുഹമ്മദ് പുള്ളിയുടെ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുകൂടി ഓണായി എല്ലാവരും. അല്ല, അപ്പോൾ മിട്ടൂന് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല, റൈറ്റ്? എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും കുറേ ഗേൾസ് സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതും പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം. ശരിക്കും പറഞ്ഞാൽ ധൈര്യം വേണം. ധൈര്യം ഉണ്ടെങ്കിൽ, പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എവിടെ വേണമെങ്കിലും പോവാം. ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വല്ലതും എനിക്ക് ആക്ച്വലി സേഫ് ആയിട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബർ അരുണിമയൊക്കെ ഇല്ലേ, ആളുടെ ഇൻസ്റ്റ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സപ്പോർട്ടാണ്. ലൈക്ക് ആൾക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത്. പിന്നെ പണ്ടത്തെ കാലം പോലെ അല്ല ആമ്പിള്ളേര് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അമ്മ ഇടക്ക് ഇങ്ങനെ പറയാറുണ്ട്, അത് നീ പെണ്ണാണ്, സോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലേറെ ദേഷ്യമില്ല. എനിക്ക് എന്ത് കേട്ടാലും ഞാൻ അങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്ന ആളാണ്. പക്ഷെ ആണ് പെണ്ണ് തമ്മിലുള്ള എനിക്ക് തീരെ പറ്റില്ല. ആണുങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പെൺപിള്ളേർക്ക്. ആണുങ്ങൾ സേഫ് ആണെന്നാണോ പറയുന്നത്? എന്നാലും ഒരു അങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവില്ലേ? ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രണ്ടുപേർക്കും ഈ സേഫ്റ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഗേൾസ് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് മാത്രം എന്ന് പറയാം. പക്ഷെ ഇത് എന്താ പറയാ,
ബോയ്സും സേഫ് അല്ല പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന ടൈമിൽ. നമ്മളെപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രം. എന്തെങ്കിലും പോയ ട്രാവലിംഗ് സ്ഥലങ്ങളിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ ലൈക്ക് ഓക്കെ ഗൈസ് നിങ്ങൾ എന്തായാലും ഇവിടെ പോകണം അങ്ങനെ എന്തെങ്കിലും? എനിക്ക് തോന്നിയത് ഞങ്ങൾ ഈ അടുത്ത് പേത്തൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു? അവിടെ അതെവിടെയാ? അത് ശാന്തമ്പാറ റോഡ്. ശാന്തമ്പാറ അടുത്തായിട്ടാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല. റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങൾ ഇടാണ്ടിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇട്ടിട്ട് അതെല്ലാം പൂട്ടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ആൾക്കാർ പോയി പ്ലാസ്റ്റിക് ആൾക്കാർ ഇടുന്നു. നശിപ്പിക്കുവാണ്. ആ ഈ വരുന്നവർ ഒരിക്കലും വിചാരിക്കുന്നില്ല അടുത്ത ആൾക്കാർക്കും ആ ഒരു ബ്യൂട്ടിയിൽ കാണണം എന്നുള്ള രീതിയിൽ വരുന്നു, സ്പോയിൽ ചെയ്യുന്നു, അതവിടെ നശിപ്പിക്കുന്നു, പോകുന്നു. അവർ നല്ല ഭാഗങ്ങൾ മാത്രം എടുക്കുന്നു, അതൊക്കെ അവിടെ ഫുൾ നശിപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനല്ല, അത് അങ്ങനെയല്ല. ഓരോ വേസ്റ്റ് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതെ, അത് കൂടുതലും ഞാൻ ഒരിക്കലും ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് നമുക്കിപ്പോൾ ഒരു പിക്നിക്, ഇപ്പോൾ ഈ ഒരു കോവിഡിന് ശേഷം ഒരു പിക്നിക് കൾച്ചർ കൂടുതലും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ പോയിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അത് ഫാമിലി ആയിട്ടിരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുകയാണെങ്കിൽ കുഞ്ഞൊരു മിഠായി കല്ലാസ് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ച് നിൽക്കുമായിരിക്കും. വണ്ടിയിലിടുന്നതിന് വരെ ആ ഫാമിലി തന്നെ എടുത്ത് പുറത്തേക്ക് ഇടും. അത് കണ്ട കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അലേർട്ടായിട്ടുള്ളത് ഇപ്പോഴത്തെ റൈഡേഴ്സ് ആണെങ്കിലും ട്രാവൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോളോ ട്രാവലേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും അവരൊരിക്കലും ആ സ്ഥലം സ്പോയിൽ ചെയ്യാറില്ല. കൂടുതലും കണ്ടേക്കുന്നത് ഈ ട്രാവലറിൽ വരുന്നവരും ബസ്സിന് വരുന്നവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, പ്ലേറ്റ് എല്ലാം കൂടി സൈഡിൽ ഡംപ് ചെയ്യുക, പോവുക. നമ്മൾ നമ്മുടെ ഇപ്പോൾ വണ്ടിയിൽ തന്നെ ബാഗിൽ തന്നെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ താറിലാണെങ്കിൽ ഒരു ലോഡ് വേസ്റ്റ് ഉണ്ടാവും. അച്ഛൻ എന്നെ തെറി പറയാറുണ്ട്, എവിടെ പോയാലും ഒരു ലോഡ് വേസ്റ്റ് ആയിട്ടായിരിക്കും തിരിച്ചു വരും. കാരണം നമ്മളൊരിക്കലും അവിടെ ഡംപ് ചെയ്യാറില്ല. കാരണം നമുക്കിനിയും പോകണം. അതിപ്പോൾ ബൈക്കിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ചില നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും ആ ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ സൈഡിൽ അത് ചെയ്യാണ്ടിരിക്കുക. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ചീത്ത പറയാറുണ്ട്. എന്തെങ്കിലും പേപ്പറാണെങ്കിൽ പോലും അതെടുത്ത് കയ്യിൽ പിടിച്ചോ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയാറുണ്ട്. ഓക്കെ, സോ വെൽ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെൽ വൺസ് അഗെയിൻ നമ്മളോടൊപ്പം സംസാരിച്ചത് travel photographer Arun Ullas and travel rider, the admin of Vanderwheels Mittos, and I myself Joby, signing off. Thank you.